ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ചില മിനിറ്റുകൾക്കുള്ളിൽ കർത്താവ് കാര്യങ്ങളെ മാറ്റുകയാണ്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ആ സൗഖ്യം ആ മകനിൽ വരുത്തിയ മാറ്റം എത്ര ശ്രദ്ധേയമാകുന്നു. താൻ ജീവിതത്തിൻ്റെ പല മേഖലകളെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാകുന്നു എന്നുള്ള വ്യക്തത തനിക്കുണ്ടായി. രോഗം വരുത്തുന്ന കേടുകൾ, അതിൻ്റെ ആഴത്തെക്കുറിച്ച്, അതിൻ്റെ കുഴിയെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടായി. തനിക്കത് വെളിപ്പെട്ട് കിട്ടി. അതിൻ്റെ കാഠിന്യാവസ്ഥ അത് ശരീരത്തിന് മാത്രമല്ല കേടുവരുത്തുന്നത്, അത് മനസ്സിനും കേടുവരുത്തുന്നതാകുന്നു എന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത് ആ രാജാവിന് വെളിപ്പെട്ട് കിട്ടുകയാണ്. അതുകൊണ്ട് തനിക്ക് ലഭിച്ച രക്ഷ, ആ രക്ഷയുടെ പിന്നിൽ ദൈവത്തിൻ്റെ സമ്പന്നമാകുന്ന കരുണയുണ്ട്, മഹാസമ്പന്നമാകുന്ന കരുണയുണ്ട്. ആ കരുണാമയനാകുന്ന ദൈവമാണ് തന്നെ സൗഖ്യമാക്കുന്നത്. നമുക്കിന്ന് രോഗസൗഖ്യം അവകാശപ്പെടുവാൻ കഴിയുന്നത് പോലെ അവർക്ക് അവകാശപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും ഈ രാജാവ് ഉയർത്തിയ പ്രാർത്ഥനയുടെ മുൻപിൽ, ഹൃദയം തകർന്ന് താൻ ഉയർത്തിയ കരച്ചിലിൻ്റെ മുൻപിൽ കരുണാസമ്പന്നനാകുന്ന ദൈവം തൻ്റെ പാപങ്ങളെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതിന് ശേഷമായിട്ട് തന്നെ മരണക്കുഴിയിൽ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ടാണ് ജീവപര്യന്തം ദൈവസന്നിധിയിൽ തന്ത്രിനാദത്തോടുകൂടെ സ്തുതികളെ പാടുമെന്ന് ഈ രാജാവ് എഴുതി വച്ചിരിക്കുകയാണ്.